ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. അത് പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ ഒരുപാട് പേർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആര്യാടൻ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അണികൾ ആഘോഷത്തിലാണ്. ഒരു ഘട്ടത്തിൽ വീടിന് മുറ്റത്ത് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും വളരെ പക്വമായാണ് അണികളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അൻവറിന് വലിയൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുമോ? UDF പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ UDF നേതാക്കൾ അതിൻ്റെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെ കുറച്ച് പ്രവർത്തകരെ സംബന്ധിച്ച് അൻവറോട് മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഇവിടെ UDF നേതാക്കൾ പറയാത്ത കാര്യങ്ങളും പിന്നെ ഇവിടെ UDF സ്ഥാനാർത്ഥി ആരാണോ ഒക്കെ അയാൾ തീരുമാനിക്കുന്ന സിസ്റ്റത്തിലാണ് ഇതുവരെ എത്തിയത്. അത് പ്രവർത്തകരുടെ ഇടയിൽ കുറച്ചൊരു വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ മറികടന്നിട്ട് ഇപ്പോൾ ഒരു നിമിഷങ്ങൾക്കകം നമുക്ക് UDF സ്ഥാനാർത്ഥിനെ KPCC ഇപ്പോൾ ഏകദേശം പ്രഖ്യാപിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിമിഷങ്ങൾക്കകം അതിൻ്റെ ഒരു പ്രഖ്യാപനം പട്ടിക കൊടുത്തു. പ്രഖ്യാപനമാണ് വരേണ്ടത്. ആര്യാടൻ ഷൗക്കത്ത് മാത്രം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപനം നിമിഷങ്ങൾക്കകം വരും. വന്നു കഴിഞ്ഞാൽ UDF ഒറ്റക്കെട്ടായിലൂടെ പ്രവർത്തിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് വിജയിക്കും. PV അൻവർ അനാവശ്യമായി അസ്ഥാനത്ത് കയറി അഭിപ്രായം പറയുന്നു എന്നുള്ളൊരു വികാരമാണോ നിങ്ങൾക്ക്? PV അൻവറുടെ നിലമ്പൂർ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് 1000 വോട്ട് പിടിക്കാൻ PV അൻവറിനെ കൊണ്ടൊന്നും കഴിയില്ല. അങ്ങനെ ഒരു എഫക്റ്റ് ഒന്നും നിലമ്പൂർ അൻവറില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ MLA ആയ സമയത്താണ് ഒരു സംവിധാനത്തിലല്ലേ അയാൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒറ്റക്കല്ല. ഇപ്പോൾ UDF കൂടെ വന്നു എന്നുള്ളത് UDF നേതാക്കൾ ഇതുവരെ അംഗീകരിച്ചില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് അൻവറിൻ്റെ ഇതിലൊന്നും വഴങ്ങിക്കാണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകരുത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് UDF ഓരോ നേതാക്കളും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനത് കുറച്ച് കഴിഞ്ഞാൽ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാം. അൻവറിന് പറയുന്ന അത്രയും സ്വാധീനം ഒന്നും ഇല്ലാന്നാണ് നിങ്ങളൊക്കെ ഒരു കണക്കല്ലേ? അൻവറിന് സ്വാധീനമില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അൻവറിന് അതിൻ്റെതായ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ UDF സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി ഉണ്ടാവും എന്ന ഉറപ്പാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള എതിർപ്പാണ് അൻവർ പറയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആവരുത് എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നു എന്നൊക്കെ ചാനലുകൾ ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയുള്ള ഒരു കല്യാണ വീട്ടിൽ അവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടതാണ്. മറ്റുള്ള ഓരോ ചാനലുകൾ കുത്തി ചോദിക്കുമ്പോൾ അതിലേക്ക് വന്നു പോകുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അൻവർ സാഹിബ് UDF സ്ഥാനാർത്ഥി ആരോ അവരോടൊപ്പം കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ലാത്തതാണ്. PV അൻവർ തൃണമൂലിലെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ തൃണമൂലിലെ സ്ഥാനാർത്ഥിയായി മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ എത്ര വോട്ട് കിട്ടുമെന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത്? അങ്ങനത്തെ സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് PV അൻവർ UDF കൂടെ വളരെ സുസജ്ജമായിട്ട് കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. തന്നെയും നിങ്ങൾ ഒരു ആഘോഷത്തിലേക്ക് കടന്നു അല്ലേ? ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണെന്ന് അല്ല, ഞങ്ങൾ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് ആര് സ്ഥാനാർത്ഥിയായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാ സാഹചര്യവും അനുകൂലമാണ്. കാലാവസ്ഥ മാത്രമേ പ്രതികൂലമുള്ളൂ. ആ അനുകൂലമായ സാഹചര്യത്തെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അത് വോട്ടിംഗ് മെഷീൻ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അല്ല, അതിന് മുമ്പ് തന്നെ എല്ലാം ഇവിടുത്തെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം കാത്തുകയാണ്. PV അൻവർ UDF കാര്യത്തിൽ അനാവശ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകണമെന്നൊക്കെ അനാവശ്യമായി അഭിപ്രായം പറയുന്നു എന്നൊരു വികാരമുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്നു. പക്ഷേ UDF തീരുമാനമുണ്ട്. അത് UDF കൺവീനറും KPCC പ്രസിഡന്റൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഇന്ന് നേതൃയോഗം ഉണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെ നിങ്ങളെ കണ്ടതാണ്. അപ്പം അങ്ങനെ പ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരമില്ല. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അല്ലാതെ അങ്ങനത്തെ സാഹചര്യം ഇല്ല. മുന്നണി പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു അൻവറിൻ്റേത് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ആയിരിക്കാം. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന അത്തരം വിഷയങ്ങളൊന്നുമല്ല. ഇവിടെ ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ് 140 മണ്ഡലങ്ങളിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത ഗവൺമെൻറ് കോളേജ് നിലമ്പൂരാണ്. അതുപോലെ തന്നെ നിലമ്പൂർ ബൈപ്പാസ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. ടൂറിസം ഹബ്ബാക്കി ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിനെ മാറ്റിയിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടുത്തെ കനോയിൽസ് പ്ലോട്ടിലുണ്ടായിരുന്ന തൂക്കുപാലം നഷ്ടപ്പെടുകയും അത് ഇല്ലാതാവുകയും ചെയ്തു. അത് പുനഃസ്ഥാപിക്കാൻ ഇവിടുത്തെ കഴിഞ്ഞ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഇവിടെ പ്രതികരണങ്ങൾ തേടുകയാണ് രാഹുൽ. പ്രതികരണങ്ങൾ തേടുന്നതിൽ തന്നെ പ്രവർത്തകർക്കിടയിലുള്ള
വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി കൃത്യമായി മറന്നേക്ക് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പി വി അൻവറും ആര്യാടൻ ഷൗക്കത്തും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ട ഇങ്ങനെ കഴിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, അല്ല, പക്ഷെ ആദ്യം പ്രതികരിച്ച ആൾ പറഞ്ഞു അൻവർ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നു, യു ഡി എഫിന്റെ നിലയ്ക്ക് മുന്നോട്ട് പോകും, അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 1000 വോട്ട് പോലും കിട്ടുന്ന സാഹചര്യമില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രതികരിച്ചു. പക്ഷെ തൊട്ടു പിന്നാലെ പ്രതികരിക്കുന്നവർ അൻവറിന് അതിൻ്റെതായ സ്വാധീനമുണ്ട്, അദ്ദേഹം ആ സ്വാധീനം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ പ്രവർത്തകർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യരല്ലേ, സാധാരണയാണ്. എന്തായാലും അൻവറിന്റെ നിലപാടാണ് ഇനി നമ്മൾ അറിയാനിരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ അതോ കോൺഗ്രസ് അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുമോ? ഇതിനിടയിൽ LDFന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഒന്നുമില്ല. അവർ കാത്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന ഈ കലങ്ങി മറിയലുകൾ ഏതൊക്കെ നിലയ്ക്ക് ഉപകരിക്കാം എന്ന് സ്വാഭാവികമായിട്ട് മറുപക്ഷം ആലോചിക്കും.